എന്താണ് ഹൈദ്രോസിക്ക മോളുടെ നിക്കാഹ് കൊണ്ടെന്ന് കേട്ട്? ആ മായ, കുന്നത്തങ്ങാടിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒക്കെ നല്ല വിശേഷങ്ങൾ തന്നെ. നാട് മുഴുവൻ പാട്ടായിരിക്കും ഹൈദ്രോസിക്ക. ഹൈദ്രോസിക്ക ഇന്നലെ മുതൽ ഓൻ തീരെയില്ല. എന്താണ് ഓളുടെ ഹാലെന്ന് തിരിയുന്നില്ല. നാളെ നിക്കാഹ് ഉറപ്പിച്ചു കഴിഞ്ഞാ ഓ മുണ്ടാണ്ട് പൊയ്ക്കോളൂ. മുണ്ടാണ്ട് പോണ് ഓളെ പേരയിൽ കെട്ടിത്തൂക്കിങ്ങോണ്ട് കൂടിയതിന്റെ മുകളില് ഇന്ന് വരെ ഒരു ബാക്ക് നിങ്ങളോട് ചോദിച്ചോ? ഹൈദ്രോസ് കേട്ട കുന്നത്തങ്ങാടി വറയ്ക്കും. ഒരു ഓന്ത് പോലത്തെ ചെക്കനാണ് ഇപ്പൊ നിങ്ങളിട്ട് വറപ്പിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾ പറയും. ഓനെ വരച്ച പറയിൽ ഈ ആൾ കൊടുത്തു. ഇതിലൊക്കെയല്ലേ മറ്റേ ചെയ്യുന്നത് അല്ലേ? അലവി, നിങ്ങൾ ബേജാറാവണ്ട. ഒന്നുകിൽ ഓൻ അല്ലേ നമ്മള് രണ്ടൊരാളെ ഈ കുന്നത്തങ്ങാടി ഉണ്ടാവും. വേഗം വരും. ആ ഹൈദ്രോസ് പീടിയെ തല്ലി പൊളിക്കാൻ വരുന്നു. അതിന് നമ്മളെന്ത് ചെയ്യാനാ? ഓനോട് പോയി പറഞ്ഞ് തടുക്കാൻ നമ്മളോടോ പോകാനല്ലേ പറഞ്ഞേ? ഇപ്പോൾ എന്തായി? ഇനിയൊന്നിനും ഞാനില്ല കേട്ടോ. ആ നമ്മൾ പോവാ ബഷീറെ. നിങ്ങളിപ്പോ പോയാ പാവം ആശിസിക്കാന്റെ കാര്യം അത് ഓനല്ല ആലോചിക്കണ്ടേ? അത് പറയരുത്. നിങ്ങൾ പോയാൽ ആശിസിക്കാർക്ക് വേറെ ആരുമില്ല. ഹൈദ്രോസ് ആശിസിക്കാരെ തച്ചു കൊല്ലും. ഹൈദ്രോസ് ഓനെ തല്ലി ചതച്ചോട്ട് കൊത്തി കൊന്നോട്ട്. പഠിച്ചാൽ അതോ നിശ്ചയിച്ചെങ്കില് അത് മാറ്റാൻ കഴിയില്ല. നിങ്ങൾ പഠിച്ചവരൊക്കെ വലിയൊരുന്നല്ലോ. നിങ്ങൾ പോയിക്കോളി. ഓനെ രക്ഷിക്കാൻ നമുക്ക് കഴിയോ ബാപ്പുട്ടിയെ? നിനക്ക് വല്ല വീടുണ്ടോ? വയറ്റുപ്പഴപ്പിലുണ്ട് ഓരോ വേഷം കെട്ടാന്നല്ലാതെ. ആ ഊരെ തടുക്കാൻ നമ്മളെ കൊണ്ടേ കഴിയോ? ബാപ്പട്ടിക്ക് മജീദിന് കഴിയില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ഈ വേഷത്തിന് കഴിയും. പടച്ചോൻ കൂടെ ഉണ്ടെങ്കിൽ. പസികളെ നിക്ക്. ഈ കുന്നത്തങ്ങാടി ചെന്നൊരു പറയും മലപ്പുറം മൊഴി വരേണ്ടെന്ന്. മഞ്ചേരി മജീദും ചെല്ലേ. ആ തിരുവള്ളി. മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദ്. നമ്മൾ ആരാണെന്ന് മനസ്സിലായതാ തോന്നണേ. മജീദേ കാണിച്ചോട്ടെ. ഉമ്മാന്റെ മുളപ്പാല് കുറിച്ച് പറഞ്ഞവരാണെങ്കിൽ വേണ്ടക്ക ഓന്റെ കളരിതെടുക്കാൻ ഞമ്മക്ക് പറ്റും നോക്കട്ടെ. കുന്നത്തങ്ങാടി ചോര നമ്മളെ വീണ്ടും ജയിലിൽ പറഞ്ഞു വിടരുത്. കത്തിപ്പിടിച്ച് വായിക്കേണ്ട പോയിട്ടല്ല അതിന്റെ അളവ് നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ തമ്മിൽ വേണ്ട. ഈ ഹൈദ്രോസിനോട് പറ നമ്മൾ ഒത്തുകൂടി തയ്യാറാണെന്ന്. ചോദിച്ചാ പോലെ വേണ്ട. സദ്ദാം ഹുസൈൻ വരെ യുദ്ധം നിർത്തിയിരിക്കണം. നമ്മൾ വന്നോടെ തനിക്ക് കേറായിക്കോട്ടോ. അഞ്ചിനി സമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അഞ്ഞ ഒരു പാഠം നിന്റെ അസീസേ, അന്ന് ഞമ്മളെ എവിടെയൊക്കെ നോക്കിയത്. ദയ്യ എഴുത്തു തരാൻ അന്ന് ഞമ്മൾ അന്വേഷിച്ചത്. ആമിനെ എനിക്ക് എഴുതിയതാ. എനിക്കോ? ആ ഈ വായിച്ചോക്ക അസീസേ. എന്റെ പ്രിയപ്പെട്ട അസീസക്ക് അറിയുന്നതിന് ആമിൻ ഏതെന്ന് എഴുത്ത്. ഈ എഴുത്ത് കിട്ടുമ്പോൾ എനിക്ക് ഏതാനും വായിക്കാൻ അറിയില്ലായിരുന്നു. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഏതെന്ന് എഴുത്ത്. എനിക്കറിയാം ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്.
പൊന്നും പണവും ഒന്നുമല്ല, സ്നേഹമാണ് വലുത്. നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ഈ ജന്മത്തിലേക്ക് കിട്ടുമോ? നിങ്ങളുടെ എഴുത്ത് വായിച്ചപ്പോ ഞാൻ വിചാരിച്ചതാ നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ കഴിക്കൂന്ന്. നാളെ കുഞ്ഞലവയായിട്ട് നിക്കാഹ് ഉറപ്പിക്കാം. ഞാൻ എന്താ ചെയ്യാ? ഞാനൊരു പെണ്ണല്ലേ. നിന്റെ കൂടെ വന്ന് ആമിനെന്ന് വിളിച്ച നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങി വരും. ഈ ദുനിയാവിൽ എവിടേക്ക് വേണമെങ്കിലും നിങ്ങളുടെ വിളി കേൾക്കാൻ നമ്മൾ കാത്തിരിക്കും. എന്ന് ആമിന.